യോശുവ അധ്യായം 8 ബൈബിൾ ക്വിസ്. അനന്തരം യഹോവ യോശുവയോട് എന്താണ് അരുളിച്ചെയ്തത്? ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. രണ്ടാമത്തെ ആക്രമണത്തിനായി ആരെ കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്. പടജനത്തെ ഒക്കെയും. ഹായിയിലേക്ക് ചെല്ലുന്നതിന് മുൻപേ തന്നെ യഹോവ എന്തെല്ലാം യോശുവയുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും. ആരോട് ചെയ്തതുപോലെ യോശുവ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണമെന്നാണ് യഹോവ അരുളിച്ചെയ്തത്. യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ. യെരിഹോ യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹായി യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഹായിൽ നിന്ന് എന്തെല്ലാം എടുത്തുകൊള്ളാം? അതിലെ കൊള്ളയെയും കന്നുകാലികളെയും എടുത്തുകൊള്ളാം. യോശുവയും ആരെല്ലാം കൂടി ഹായിയിലേക്ക് പോകാൻ പുറപ്പെട്ടു? യോശുവയും പടജനമൊക്കെയും. നഗരത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കാൻ യോശുവ എത്ര പേരെ തിരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു? പരാക്രമശാലികളായ 30,000 പേരെ. പരാക്രമശാലികളായ 30,000 പേരോട് യോശുവ എന്ത് കൽപ്പിച്ചു? നിങ്ങൾ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം. പട്ടണത്തോടെ ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിപ്പീൻ. യോശുവ തിരഞ്ഞെടുത്ത 30,000 പേർ എങ്ങനെയുള്ള പുരുഷന്മാരായിരുന്നു? പരാക്രമശാലികളായിരുന്നു. യോശുവയും യോശുവയോട് കൂടെയുള്ള എല്ലാ സകല ജനവും എന്ത് ചെയ്യും? പട്ടണത്തോടെ അടുക്കും. യോശുവയും യോശുവയോട് കൂടെയുള്ള സകല ജനവും പട്ടണത്തോടെ അടുക്കുമ്പോൾ ഹായിയിലെ ആളുകൾ എന്തു ചെയ്യും? അവർ മുമ്പിലത്തെ പോലെ യോശുവയോടും യോശുവയോട് കൂടെയുള്ള സകല ജനത്തിനും നേരെ പുറപ്പെട്ടു വരും. യോശുവയും യോശുവയോട് കൂടെയുള്ള സകല ജനവും പട്ടണത്തോടെ അടുക്കുമ്പോൾ അവർ മുമ്പിലത്തെ പോലെ യോശുവയോടും യോശുവയോട് കൂടെയുള്ള സകല ജനത്തിനും നേരെ പുറപ്പെട്ടു വരും. അപ്പോൾ യോശുവയും കൂടെയുള്ള സകല ജനവും എന്തു ചെയ്യും? അവരുടെ മുമ്പിൽ നിന്ന് ഓടും. അവർ യോശുവയെയും കൂടെയുള്ള സകല ജനത്തെയും പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്താകുമ്പോൾ എന്തു ചെയ്യണമെന്ന് പതിയിരിപ്പുകാരായി പതിയിരുന്ന പരാക്രമശാലികളോട് യോശുവ കൽപ്പിച്ചു. ഉടനെ അവർ പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം പിടിക്കണം. ഹായ് പട്ടണത്തെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ആർ ഏൽപ്പിക്കും? അവരുടെ ദൈവമായ യഹോവ. പട്ടണം പിടിച്ച ശേഷം എന്തു ചെയ്യാനാണ് പരാക്രമശാലികളായ പതിയിരിപ്പുകാരോട് യോശുവ കൽപ്പന നൽകിയത്? പട്ടണത്തിന് തീ വയ്ക്കണം.
പരാക്രമശാലികളായ പതിയിരിപ്പുകാർക്ക് ആരാണ് കൽപ്പന നൽകിയത്? യോശുവ. പരാക്രമശാലികളായ പതിയിരിപ്പുകാർ പതിയിരിപ്പിന് ചെന്ന് എവിടെയാണ് അമർന്നത്? ബേഥേലിനും ഹായിക്കും മധ്യേ ഹായിക്ക് പടിഞ്ഞാറ് അമർന്നു. പതിയിരിപ്പുകാർ പതിയിരിപ്പിന് ചെന്ന് ബേഥേലിനും ഹായിക്കും മധ്യേ ഹായിക്ക് പടിഞ്ഞാറ് അമർന്നപ്പോൾ യോശുവ ആ രാത്രി എവിടെയാണ് താമസിച്ചത്? ജനത്തിൻ്റെ ഇടയിൽ. ആരാണ് ജനത്തിനു മുമ്പായി ഹായിക്ക് ചെന്നത്? യോശുവയും ഇസ്രായേൽ മൂപ്പന്മാരും. യോശുവയും അവനോടുകൂടെയുള്ള പടജ്ജനമൊക്കെയും പുറപ്പെട്ട് അടുത്തു ചെന്ന് പട്ടണത്തിനു മുമ്പിലെത്തി ഹായിയുടെ ഏത് വശത്താണ് പാളയമിറങ്ങിയത്? ഹായിക്ക് വടക്ക്. യോശുവയ്ക്കും പടജ്ജനത്തിനും ഹായിക്കും മധ്യേ എന്ത് ഉണ്ടായിരുന്നു? ഒരു താഴ്വര. ഹായി പട്ടണത്തിന് പടിഞ്ഞാറ് ബേഥേലിനും ഹായിക്കും മധ്യേ എത്ര പേരെ തിരഞ്ഞെടുത്ത് പതിയിരുത്തി? ഏകദേശം 5000 പേരെ. യോശുവ ഹായി പട്ടണത്തിൻ്റെ വടക്ക് ആരെ നിർത്തി? പടജ്ജനമായ സൈന്യത്തെ ഒക്കെയും. യോശുവ ഹായി പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരെ നിർത്തി? പതിയിരിപ്പുകാരെ. ഹായിയുടെ വടക്ക് പടജ്ജനമായ സൈന്യത്തെയും ഹായിയുടെ പടിഞ്ഞാറ് പതിയിരിപ്പുകാരെയും നിർത്തിയ ശേഷം യോശുവ ആ രാത്രി എവിടെ പോയി? താഴ്വരയുടെ നടുവിലേക്ക് പോയി. താഴ്വരയുടെ നടുവിൽ യോശുവയും പടജ്ജനത്തെയും കണ്ടപ്പോൾ ഹായി രാജാവ് എന്തു ചെയ്തു? അവനും നഗരവാസികളായ അവൻ്റെ ജനമൊക്കെയും ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്ക് മുമ്പിൽ ഇസ്രായേലിൻ്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു. താഴ്വരയുടെ നടുവിൽ യോശുവയെയും പടജ്ജനത്തെയും കണ്ടപ്പോൾ ഹായിയിലെ ആരെല്ലാം ഇസ്രായേലിൻ്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു? ഹായി രാജാവും നഗരവാസികളായ അവൻ്റെ ജനമൊക്കെയും. ഹായി രാജാവ് എന്ത് അറിഞ്ഞില്ല? പട്ടണത്തിൻ്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പ് ഉണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല. യോശുവയും എല്ലാ ഇസ്രായേലും ഏത് ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി? അവരോട് തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. ഇസ്രായേലരെ പിന്തുടരേണ്ടതിന് ഹായി രാജാവ് ആരെ വിളിച്ചുകൂട്ടി? ഇസ്രായേലരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെ ഒക്കെയും വിളിച്ചുകൂട്ടി. ഇസ്രായേലരെ പിന്തുടരേണ്ടതിന് ഹായി രാജാവ് വിളിച്ചുകൂട്ടിയവർ എവിടം വിട്ട് പുറത്തായി? പട്ടണം വിട്ട് പുറത്തായി.
എവിടെ ഇസ്രയേലിൻ്റെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തനും ശേഷിച്ചില്ല. ബേഥേലിലും ഹായിയിലും. ഇസ്രയേലിൻ്റെ പിന്നാലെ പുറപ്പെട്ടവർ എങ്ങനെയാണ് ഹായി പട്ടണം വിട്ട് ഇസ്രയേലിനെ പിന്തുടർന്നത്? പട്ടണം തുറന്നിട്ടേച്ച്. ഹായിയിലെ ജനമൊക്കെയും ഇസ്രയേലിനെ പിന്തുടരുമ്പോൾ യഹോവ യോശുവയോട് എന്ത് അരുളി ചെയ്തു? നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു. യോശുവ കൈനീട്ടിയ ഉടനെ ആരാണ് അവരുടെ സ്ഥലത്തു നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിയത്? പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് ഓടി. യോശുവ കൈനീട്ടിയ ഉടനെ പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് ഓടി എന്തു ചെയ്തു? പട്ടണത്തിൽ കയറി അത് പിടിച്ച് ക്ഷണത്തിൽ പട്ടണത്തിന് തീ വെച്ചു. ഹായി പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ അവർ എന്താണ് കണ്ടത്? പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു. ഹായി പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടപ്പോൾ അവർ ഏതു സ്ഥിതിയിലായി? അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടാൻ കഴിവില്ലാത്ത സ്ഥിതിയിലായി. ഹായി പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടപ്പോൾ തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞത് ആരാണ്? മരുഭൂമി വഴിയായി ഓടിയ ഇസ്രയേൽ ജനം. ഹായി പട്ടണം പിടിച്ച് പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നത് കണ്ടപ്പോൾ യോശുവയും എല്ലാ ഇസ്രയേലും എന്തു ചെയ്തു? മടങ്ങി വന്ന് പട്ടണക്കാരെ വെട്ടി. ഇസ്രയേൽ അപ്പുറത്തും ഇപ്പുറത്തുമായി പട്ടണക്കാർ നടുവിലുമായി എങ്ങനെ ഹായി പട്ടണക്കാരെ വെട്ടിക്കളഞ്ഞു? ഹായി പട്ടണം പിടിച്ച് പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നത് കണ്ടപ്പോൾ യോശുവയും എല്ലാ ഇസ്രയേലും മടങ്ങി വന്ന് പട്ടണക്കാരെ വെട്ടി. പതിയിരിപ്പുകാരായ മറ്റവരും പട്ടണത്തിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഇസ്രയേൽ അപ്പുറത്തും ഇപ്പുറത്തും അവർ നടുവിലും ആയി. ആരെയാണ് ജീവനോടെ പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നത്? ഹായി രാജാവിനെ. ഇസ്രയേൽ തങ്ങളെ പിന്തുടർന്ന ഹായി പട്ടണക്കാരെയൊക്കെയും കൊന്നു തീർത്തത് എവിടെ വെച്ച്? വെളിമ്പ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച്. ഇസ്രയേലരൊക്കെയും ഹായി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നത് എന്ത് ചെയ്തു? വാളിൻ്റെ വായ്ത്തലയാൽ അതിനെ സംഹരിച്ചു. ഹായിക്ക് നേരെയുള്ള യുദ്ധത്തിൽ പുരുഷന്മാരും സ്ത്രീകളുമായി എത്ര പേർ വീണൊടുങ്ങി? 12,000 പേർ. എപ്പോൾ വരെ യോശുവ കുന്തം ഏന്തിയ തൻ്റെ കൈ പിൻവലിച്ചില്ല. ഹായി പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കും വരെ. ഹായി പട്ടണത്തിൽ നിന്ന് ഇസ്രയേലർ തങ്ങൾക്കായിട്ട് തന്നെ എന്താണ് എടുത്തത്?
പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും. പട്ടണത്തിൽ നിന്ന് ഇസ്രായേല്യർ തങ്ങൾക്കായിട്ട് തന്നെ കന്നുകാലികളെയും കൊള്ളയെയും എടുത്തത് ആരുടെ വചനപ്രകാരമാണ്? യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം. യോശുവ ഹായി പട്ടണത്തെ എന്താക്കി തീർത്തു? യോശുവ ഹായി പട്ടണം ചുട്ട് സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു. എത്ര നാളായി ഹായി മൺകുന്നും ശൂന്യഭൂമിയുമായി കിടക്കുന്നു? ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു. ഹായിയിലെ രാജാവിനെ യോശുവ എന്തു ചെയ്തു? സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി. യോശുവയുടെ കൽപ്പനപ്രകാരം ഹായി രാജാവിൻ്റെ ശവം മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിൽക്കൽ ഇട്ടത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചപ്പോൾ. ഹായി രാജാവിൻ്റെ ശവം മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിൽക്കൽ ഇട്ട് അതിന്മേൽ എന്താണ് കൂട്ടിയത്? അതിന്മേൽ ഇന്നുവരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന് കൂട്ടി. യോശുവ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് എവിടെയാണ് ഒരു യാഗപീഠം പണിതത്? ഏബാൽ പർവ്വതത്തിൽ. ഏബാൽ പർവ്വതത്തിൽ ഏതുതരം യാഗപീഠമാണ് നിർമ്മിച്ചത്? ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം. ഏബാൽ പർവ്വതത്തിൽ യോശുവ പണിത യാഗപീഠത്തിന്മേൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് എന്താണ് അർപ്പിച്ചത്? യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. യോശുവ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് എവിടെയാണ് എഴുതിയത്? യാഗപീഠത്തിൻ്റെ ആ കല്ലുകളിൽ. യഹോവയുടെ പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുൻപാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായി ആരെല്ലാം നിന്നു? എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും. യഹോവയുടെ പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുൻപാകെ പെട്ടകത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഇസ്രായേൽ മക്കൾ ഏത് രണ്ട് പർവ്വതങ്ങളുടെ വശത്താണ് നിന്നത്? അവരിൽ പാതിപ്പേർ ഗെരിസീം പർവ്വതത്തിൻ്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വതത്തിൻ്റെ വശത്തും. അവരിൽ പാതിപ്പേർ ഗെരിസീം പർവ്വതത്തിൻ്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വതത്തിൻ്റെ വശത്തും നിന്ന ശേഷം യോശുവ ജനങ്ങളുടെ മുമ്പാകെ എന്താണ് വായിച്ചത്? അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും. യോശുവ ജനങ്ങളുടെ മുമ്പാകെ എങ്ങനെയുള്ള ന്യായപ്രമാണ വചനങ്ങളാണ് വായിച്ചത്? അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങൾ. ആരെല്ലാം കേൾക്കെയാണ് യോശുവ അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചത്? സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.